മമനാഥന് സ്തുതി പാടിടാം, മനവീണകൾ മീട്ടി പാടിടാം. മമനാഥന് സ്തുതി പാടിടാം, മനവീണകൾ മീട്ടി പാടിടാം. നാഥാവരീണമേ, എന്നിൽ നിറയണമേ. നാഥാവരീണമേ, എന്നിൽ നിറയണമേ. എൻ ജീവിത ദുഃഖങ്ങൾ തിരുകൈകളിലേക്കിടുന്നു. എൻ ജീവിത ദുഃഖങ്ങൾ തിരുകൈകളിലേക്കിടുന്നു. എൻ്റെ രോഗവും എൻ്റെ വേദനയും തിരുപാദത്തിലർപ്പിക്കുന്നു. എൻ്റെ രോഗവും എൻ്റെ വേദനയും തിരുപാദത്തിലർപ്പിക്കുന്നു. നാഥാവരീണമേ, സൗഖ്യം തരീണമേ. നാഥാവരീണമേ, സൗഖ്യം തരീണമേ. എൻ ഭാവിയും സ്വപ്നങ്ങളും തിരുകൈകളിലേക്കിടുന്നു. എൻ ഭാവിയും സ്വപ്നങ്ങളും തിരുകൈകളിലേക്കിടുന്നു. എൻ്റെ ഭീതിയും എൻ്റെ ആശങ്കയും തിരുപാദത്തിലർപ്പിക്കുന്നു. എൻ്റെ ഭീതിയും എൻ്റെ ആശങ്കയും തിരുപാദത്തിലർപ്പിക്കുന്നു. നാഥാവരീണമേ, നീർവഴി കാട്ടേണമേ. നാഥാവരീണമേ, നീർവഴി കാട്ടേണമേ. ഈശോ അണയും പാവന നിമിഷമിതാ, തിരുജീവൻ പകരും നിർമ്മല നിമിഷമിതാ. മമനാഥന് സ്തുതി പാടിടാം, മനവീണകൾ മീട്ടി പാടിടാം. മമനാഥന് സ്തുതി പാടിടാം, മനവീണകൾ മീട്ടി പാടിടാം. നാഥാവരീണമേ, എന്നിൽ നിറയണമേ. വിശ്വാസത്തോടെ പാടാം. നാഥാവരീണമേ, എന്നിൽ നിറയണമേ. കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് പാടാം. നാഥാവരീണമേ, എന്നിൽ നിറയണമേ. അഭിഷേകത്തോടെ പാടാം. നാഥാവരീണമേ, എന്നിൽ നിറയണമേ. എല്ലാം സമർപ്പിച്ച് പാടാം. നാഥാവരീണമേ, എന്നിൽ നിറയണമേ. സകല വേദനകളും സമർപ്പിച്ച് പാടാം.
നാഥാ വരേണമേ. എന്നിൽ നിറയണമേ. നമ്മുടെ കുടുംബത്തെ ഓർത്ത് പാടാം. നാഥാ വരേണമേ. എന്നിൽ നിറയണമേ. നമ്മുടെ മക്കളെ ഓർത്തുകൊണ്ട് പാടാം. നാഥാ വരേണമേ. എന്നിൽ നിറയണമേ. നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പാടാം. നാഥാ വരേണമേ. എന്നിൽ നിറയണമേ. നമ്മുടെ തടസ്സങ്ങൾ ഓർത്തുകൊണ്ട് പാടാം. നാഥാ വരേണമേ. എന്നിൽ നിറയണമേ. സർവവും സമർപ്പിച്ചുകൊണ്ട് പാടാം. നാഥാ വരേണമേ. എന്നിൽ നിറയണമേ. സാധിക്കുന്ന എല്ലാവരും രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഈശോയുടെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കുക. നമ്മൾ ഈശോയുടെ മുമ്പിൽ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, നമ്മുടെ നാഥനും രക്ഷകനും സർവസ്വവുമായിട്ട് ഈശോയെ മഹത്വപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുക. യേശുവിൻ്റെ മുമ്പിൽ അടിയറവ് പറയുക ചെയ്യുക. ദൈവമേ, നീ മാത്രം ഞങ്ങളുടെ രക്ഷ, നീ മാത്രമാണ് ഞങ്ങളുടെ സർവസ്വവും, നീ മാത്രമാണ് ഞങ്ങളുടെ രക്ഷകൻ, നീ മാത്രമാണ് ഞങ്ങളുടെ പരിഹാരകൻ എന്ന് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുകയാണ് നമ്മൾ ചെയ്യുക. രണ്ട് കരങ്ങൾ ഉയർത്തി. സാധിക്കുന്നവരൊക്കെ ഈ ദിവ്യകാരുണ്യ നാഥനെ നോക്കി ഒന്ന് ഉച്ചസ്വരത്തിൽ ഈശോയുടെ നാമം വിളിച്ച്. കാരണം ഈശോയുടെ നാമം എന്ന് പറയുന്നത് കെട്ടുകൾ അഴിക്കുന്ന നാമ, ബന്ധനങ്ങൾ അഴിക്കുന്ന നാമ, സാത്താൻ്റെ കുടിലതന്ത്രങ്ങൾ പൊട്ടിക്കുന്ന നാമ, സകലവിധത്തിലുള്ള തടസ്സങ്ങളും അകറ്റുന്ന നാമ, രോഗസൗഖ്യം നൽകുന്ന നാമ. കാരണം ഈശോയുടെ നാമത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഒത്തിരി ശക്തിയുണ്ട് ഈശോയുടെ നാമത്തിന്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഈശോയുടെ നാമത്തെ വിളിക്കുമ്പോൾ, ഈശോ ഈശോയെ എന്ന് വിളിക്കുമ്പോൾ, നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി ബന്ധനങ്ങൾ, ഒത്തിരി രോഗങ്ങൾ, ഒത്തിരി ക്ലേശങ്ങൾ, ഒത്തിരി തടസ്സങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോകും. അത്രമാത്രം ശക്തമായ നാമമാണ് ഈശോയുടെ നാമം. കാരണം ഈശോയുടെ നാമത്തിൻ്റെ ശക്തി അഭേദ്യമാണ്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, രണ്ട് കരങ്ങൾ ഉയർത്തി ഈ ദിവ്യകാരുണ്യ നാഥനെ നോക്കി, ദൈവമേ, നിൻ്റെ കൃപ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ ചൊരിയണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എന്നെ വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാം മറന്ന് ആരെ നോക്കണ്ട, ദിവ്യകാരുണ്യ നാഥനെ മാത്രം നോക്കിയിട്ട് വിശ്വാസത്തോടെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, നിന്റെ മഹത്വം ഈ മക്കളിൽ വെളിപ്പെടട്ടെ കർത്താവേ. നിന്റെ അഭിഷേകം ഈ മക്കളിൽ നിറയട്ടെ കർത്താവേ. നിന്റെ നാമത്തിന്റെ ശക്തി ഈ മക്കളിലേക്ക് കടന്നു വരട്ടെ കർത്താവേ. നിന്റെ കുരിശിന്റെ മഹത്വം ഈ മക്കളിൽ നിറയട്ടെ കർത്താവേ. പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കൊടുക്കണേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിരസ്സ് നമിച്ച് താണു വണങ്ങി ഈ ദിവ്യകാരുണ്യ നാഥനെ ഓർത്ത്, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണേ എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ശിരസ്സ് നമിച്ച് താണു വണങ്ങി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നെന്നും ഞങ്ങളുടെ കൂടെ ജീവിച്ചു വാഴുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സാധിക്കുന്നവരൊക്കെ മുട്ടുകുത്തി നിൽക്കാനായിട്ട് പരിശ്രമിക്കുക. വളരെ കുറച്ച് നേരത്തെ നമുക്ക് ഈ ആരാധനയുള്ളൂ. ഞാൻ എപ്പോഴും പറയും, ചെറിയ പെയിൻ എടുത്ത് പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ മുമ്പിൽ. ഒട്ടും പറ്റാത്തവർക്ക് ഇരിക്കാം, ഒരു കുഴപ്പവുമില്ല. പക്ഷെ ഞാൻ എപ്പോഴും പറയുക, ചെറിയ വേദനകൾ സഹിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പഠിക്കണം. എൻ്റെ മുട്ട് വേദനിച്ചാലും കൈകൾ വേദനിച്ചാലും ശരീരം വേദനിച്ചാലും ആ വേദന ഈശോയുടെ പീഡാസഹനങ്ങളോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ പഠിക്കണം. ഈശോ നമുക്ക് വേണ്ടി സഹിച്ച പീഡനങ്ങളെ ഓർത്ത് അത് സഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഗ്രഹങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിറയും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓർക്കേണ്ട കാര്യം, പല കാര്യങ്ങളും നമ്മുടെ കൺട്രോളിലല്ല,
ദൈവത്തിൻ്റെ കൺട്രോളിലാണ്, ഈശോയുടെ കൺട്രോളിലാണ്. ആ ഈശോയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കുറച്ച് പെയിൻ എടുത്ത് പ്രാർത്ഥിച്ചാൽ ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമ്മളൊക്കെ ഒത്തിരിയേറെ നിസ്സഹായര പല കാര്യങ്ങൾ കൊണ്ടും, നിരാശര പല കാര്യങ്ങൾ കൊണ്ടും, ഒത്തിരിയേറെ വേദന അനുഭവിക്കുന്നവരാ നമ്മുടെ ജീവിതത്തിൽ. ഒത്തിരി കഷ്ടപ്പാടുകളുള്ളവരാ, ബുദ്ധിമുട്ടുകളുള്ളവരാ, തടസ്സങ്ങളുള്ളവരാ നമ്മളൊക്കെ. ഒത്തിരിയേറെ പ്രതിസന്ധികളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാൻ പാടില്ല. ചില മനുഷ്യരൊക്കെ ഇല്ലേ, കരയും, ഇങ്ങനെ ഇരുന്ന് കരയും, എന്താണെന്ന് അറിയാൻ പാടില്ല. ചിലപ്പോൾ സങ്കടമാണ് മനസ്സ് നിറയെ. ഒറ്റപ്പെടുന്നൊരു പ്രതീതിയാണ് നമുക്കൊക്കെ, ഒറ്റപ്പെടുന്നൊരു പ്രതീതി. എല്ലാവരും ഉണ്ട് ജീവിതത്തിന് ചുറ്റും, പക്ഷേ ആരും ഇല്ലാത്തൊരവസ്ഥ. തന്നെ ഇരുന്ന് കരയുക, തന്നെ ഇരുന്ന് വേദനിക്കുക, സങ്കടപ്പെടുക. മക്കളെ ഓർത്ത് ചിലപ്പോൾ കരയുന്നവരൊക്കെ ഉണ്ട്, ജീവിത പങ്കാളിയെ ഓർത്ത് കരയുന്നവരുണ്ട്. നമ്മുടെ ഇടയിൽ ഒത്തിരി വിഷമങ്ങളുള്ളവരുണ്ട്. നമ്മുടെ ഇടയിൽ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് അത് കൊടുക്കാം. നമ്മളെ മനസ്സിലാക്കുന്നൊരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുക. നമ്മൾ വിശ്വസിക്കുന്നൊരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുക. ആ ദൈവത്തിന് നമ്മുടെ കണ്ണീരും മാറ്റാൻ സാധിക്കും. നിങ്ങളിതൊന്ന് ചിന്തിച്ചു നോക്കേ, നിങ്ങളുടെ ഒരു കടബാധ്യത മാറ്റാൻ കഴിവില്ലാത്തൊരു ദൈവമാണോ നമ്മുടെ ദൈവം? അല്ല. എൻ്റെ ജീവിതത്തിൻ്റെ ഈ പ്രശ്നം മാറ്റാൻ കഴിവില്ലാത്തൊരു ദൈവമാണോ നമ്മുടെ ദൈവം? അല്ല. ദൈവത്തെ വിളിച്ചാൽ ദൈവം തരും, അത് ഉറപ്പാണ്. നമ്മൾ അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായത്തിൽ കണ്ടുമുട്ടുന്നൊരു രംഗമുണ്ട്. പൗലോസും സീലാസിനെയും തടവറയിലിട്ടേക്കാ. എന്തുകൊണ്ടാണ് തടവറയിലിട്ടെ? വചനം പ്രസംഗിച്ചത് കൊണ്ടാണ് തടവറയിലിട്ടെ. അവർ തടവറയിൽ കിടക്കണ നേരത്ത് അവരുടെ കൈകൾ ബന്ധിച്ചിട്ടുണ്ട്, കാലുകൾ ബന്ധിച്ചിട്ടുണ്ട്. തടവറയുടെ അകത്താണ് കിടക്കണം, ഒരു ജയിലിൻ്റെ അകത്ത് കിടക്കുക. ജയിലിൻ്റെ അകത്ത് ഒത്തിരി വേദന സഹിച്ചിട്ട് അവർ കിടക്കണേ. വേദന സഹിച്ചുകൊണ്ടിരിക്കുന്ന പൗലോസും സീലാസും എന്താ ചെയ്തെന്നറിയോ? വേദനയോർത്ത് സങ്കടപ്പെടുകയല്ല ചെയ്തത്. അവരെന്താ ചെയ്തേ? വേദനയോർത്ത് സങ്കടപ്പെടാതെ, തങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ ഓർത്ത് സങ്കടപ്പെടാതെ അവരൊരു കാര്യം ചെയ്തു. എന്ത് ചെയ്തു? അവർ ദൈവത്തിൻ്റെ നാമം പറഞ്ഞ് സ്തുതിച്ചു. ദൈവത്തിൻ്റെ നാമം പറഞ്ഞ് സ്തുതിച്ചു. അവരുടെ കൈകൾ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്, കാലുകൾ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്, ശരീരം മുഴുവൻ വേദന. കാരണം കാരാഗ്രഹത്തിൽ പിടിക്കപ്പെട്ടവരവർ ഒത്തിരിയേറെ മർദ്ദനങ്ങൾ ഏറ്റിട്ടുണ്ട്, ഒത്തിരി ബുദ്ധിമുട്ടുകൾ ശരീരത്തിനുണ്ട്. പക്ഷേ അവർ ദൈവമേ എൻ്റെ കൈ വേദനിക്കണു, കാല് വേദനിക്കണു, ശരീരം വേദനിക്കണു എന്നല്ല പറഞ്ഞേ. അവർ ഈശോയുടെ നാമം വിളിച്ചു സ്തുതിച്ചെന്ന് പറഞ്ഞേ. ഈശോയുടെ നാമം വിളിച്ചു സ്തുതിച്ചെന്ന് പറഞ്ഞേ. അവരവരുടെ കാരാഗ്രഹത്തിൽ കിടന്ന് കരങ്ങൾ ബന്ധിക്കപ്പെട്ട ആ കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ച്, കാലുകൾ ബന്ധിക്കപ്പെട്ട ആ കാലുകൾ ചേർത്ത് വെച്ച് അവർ ഈശോയുടെ നാമം വിളിച്ചു സ്തുതിച്ചു. ദൈവത്തെ സ്തുതിച്ചു. അവർ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കണമെന്നറിയോ? കാരാഗ്രഹം തകർന്നു പോവുക. അവരുടെ കൈകളിലെ ചങ്ങലകൾ അഴിഞ്ഞു വീഴുക, അവരുടെ കെട്ടുകൾ പൊട്ടിപ്പോവുക. കാരണം എന്തെന്നറിയോ? ഈശോയുടെ നാമത്തിന് അത്രയും ശക്തിയുണ്ട്. ഞാൻ എപ്പോഴും പ്രസംഗിക്കാനും ധ്യാനിപ്പിക്കാനൊക്കെ പോകുമ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിൻ്റെ പ്രശ്നത്തിലേക്ക് നീ നോക്കരുത്, ദൈവത്തിലേക്ക് നീ നോക്ക്. നിൻ്റെ പ്രശ്നത്തിലേക്ക് നീ നോക്കരുത്, ദൈവത്തിലേക്ക് നീ നോക്ക്. നിൻ്റെ സങ്കടത്തിലേക്കല്ല നീ നോക്കണ്ടേ, ദൈവത്തിലേക്ക് നോക്ക്. നിൻ്റെ കടബാധ്യതയിലേക്ക് നീ നോക്കരുത്, ദൈവത്തിലേക്ക് നീ നോക്ക്. നിൻ്റെ മക്കളെക്കുറിച്ചുള്ള ചിന്തയിലേക്ക് നീ പോകരുത്, ദൈവത്തിലേക്ക് നോക്ക്. കാരണം എന്താണെന്നറിയോ? അവിടുത്തെ രാജ്യവും നീതിയും നീ അന്വേഷിച്ചാൽ ബാക്കിയുള്ളതൊക്കെ തമ്പുരാൻ തന്നോളൂ. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ പ്രശ്നങ്ങൾ വലുതാണേ, നമ്മുടെ സങ്കടങ്ങൾ വലുതാണേ, നമ്മുടെ രോഗങ്ങൾ വലുതാണേ, നമ്മുടെ കഷ്ടപ്പാടുകൾ വലുതാണേ. പക്ഷേ അതിനേക്കാളും വലിയൊരു ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കണേന്ന് വിശ്വസിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടാവുക, അനുഗ്രഹം ഉണ്ടാവുക, കൃപയുണ്ടാവുക. നമ്മുടെ കുഴപ്പമെന്നറിയോ? നമ്മളിപ്പോഴും ആ സങ്കടത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുക, വേദനയിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുക. അതിലേക്ക് നോക്കല്ലേ. നിനക്ക് ആ വേദനയുണ്ടെന്ന് ഈ ദിവികാരുണ്യനാഥൻ അറിയാം, നിനക്ക് ഈ കഷ്ടപ്പാടുണ്ടെന്ന് ദൈവത്തിന് അറിയാം, നിനക്ക് ഈ ബുദ്ധിമുട്ടുണ്ടെന്ന് ദൈവത്തിന് അറിയാം. ദൈവത്തിന് മാറ്റാൻ പറ്റും നിൻ്റെ ജീവിതത്തിൻ്റെ ആ വേദനയെ, ആ കഷ്ടപ്പാടിനെ, ആ സാമ്പത്തിക ഞെരുക്കത്തെ, ആ തകർച്ചയെ ദൈവത്തിന് മാറ്റാൻ പറ്റും. നീ അതിൽ വിശ്വസിക്കുക. അപ്പോഴാണ് നിൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുക. നമ്മളിപ്പോഴും എൻ്റെ കൊച്ചിൻ്റെ കല്യാണം, കർത്താവ് എൻ്റെ കൊച്ചിൻ്റെ കല്യാണം, അതിനു വേണ്ടി പ്രാർത്ഥിക്കണ്ടെന്നല്ല അച്ഛൻ പറഞ്ഞേ. പ്രാർത്ഥിക്കണം, പക്ഷേ അതിനേക്കാളും പ്രാർത്ഥിക്കേണ്ടത് ദൈവമേ നീ കടന്നു വാ എൻ്റെ ജീവിതത്തിൽ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ദൈവം കടന്നു വന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം ഉണ്ടാവും. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം ഉണ്ടാവും. അതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുക. കാനായിലെ കല്യാണ വീട്ടിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, അവിടെ വീഞ്ഞ് തീരാ. ഈശോ ആ വീട്ടിലുണ്ടായിരുന്നു, ഈശോയെ ക്ഷണിക്കപ്പെട്ടിരുന്നു ആ വീട്ടിൽ, കേട്ടോ. ഈശോയെ ക്ഷണിക്കപ്പെട്ടിരുന്നു, മാതാവ് ആ വീട്ടിലുണ്ടായിരുന്നു, ശിഷ്യന്മാർ ആ വീട്ടിലുണ്ടായിരുന്നു, ഈശോ ആ വീട്ടിൽ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോവാ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ, ആ ഗൃഹനാഥൻ പോയിട്ട് ഈശോയോട് പറയണ്ട, ഈശോയെ വീഞ്ഞ് തീർന്നു പോയി, നീ അത്ഭുതം പ്രവർത്തിക്കണം. പറയണ്ടോ? പറയണില്ല. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, അവിടെ അത്ഭുതം നടക്കുക. കാരണം എന്താ? ആ വീട്ടിൽ ഈശോ ഉണ്ടായിരുന്നു. നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ വീട്ടിൽ, നീ ആയിരിക്കുന്നിടങ്ങളിൽ
ഈശോ ഉണ്ടെങ്കിൽ അത്ഭുതം ഉണ്ടാവും, അടയാളം ഉണ്ടാവും, അനുഗ്രഹം ഉണ്ടാവും, കൃപയുണ്ടാവും. പക്ഷെ ഈശോ ഉണ്ടാവണം ജീവിതത്തിൽ. നീ വിളിക്കേണ്ടത് ഈശോയെയാ. നിന്റെ സങ്കടം നീ നോക്കല്ലേ. ചിലപ്പോൾ എല്ലാ ബുദ്ധിമുട്ടായിരിക്കും, ജീവിതം മുഴുവൻ ഒത്തിരി ക്ലേശങ്ങളായിരിക്കും, രോഗങ്ങളായിരിക്കും, തടസ്സങ്ങളായിരിക്കും, ഒത്തിരിയേറെ സങ്കടപ്പെടണ്ടാവും. നീ ദൈവത്തിൽ വിശ്വസിക്കുക, ഈശോയിൽ വിശ്വസിക്കുക. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായത്തിൽ പൗലോസും സീലാസും അവരുടെ കൈകളിലെ ചങ്ങലകളിലേക്ക് നോക്കാതെ, കാലുകളിലെ ബന്ധിക്കപ്പെട്ട ചങ്ങലകളിലേക്ക് നോക്കാതെ ഈശോയുടെ നാമം പറഞ്ഞപ്പോൾ, ഈശോയുടെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ കൈകളിലെ ചങ്ങലകൾ അഴിഞ്ഞു, ബന്ധനങ്ങൾ അഴിഞ്ഞു വീണു. നിൻ്റെ ജീവിതത്തിൻ്റെ കെട്ടുകൾ അഴിക്കാൻ, ബന്ധനങ്ങൾ അഴിക്കാൻ, നിൻ്റെ ചങ്ങലകൾ പൊട്ടിക്കാൻ ദൈവത്തിന് പറ്റും. പക്ഷെ നീ പ്രാർത്ഥിക്കണം, ദൈവത്തോട് മനസ്സൊരുക്കി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കണം. അപ്പോഴാണ് നിൻ്റെ കെട്ടുകൾ പൊട്ടുക, അപ്പോഴാണ് ബന്ധനങ്ങൾ അഴിക്കുക. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ആ തടവറ പോലും തകർന്ന് വീഴ ഈശോയുടെ നാമത്തിൻ്റെ ശക്തി കൊണ്ട്. തടവറ പോലും തകർന്ന് വീഴ. നീ ഒന്ന് പ്രാർത്ഥിച്ചോക്ക്, നിൻ്റെ എല്ലാ കെട്ടുകളും തടസ്സങ്ങളും ഈശോ തകർത്ത് കളയും. നീ എത്ര വലിയ പ്രതിസന്ധിയുടെ നടുവിലാണെങ്കിലും ഈശോയുടെ മുമ്പിൽ നിന്നോക്ക്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ 4 പാടും കെട്ടപ്പെട്ട ഒരു അവസ്ഥയുണ്ടാവും. എന്ത് ചെയ്യണമെന്നറിയില്ല. ഇങ്ങനെ സങ്കടപ്പെട്ട് ബുദ്ധിമുട്ടി മുമ്പോട്ട് ജീവിക്കുന്ന അവസ്ഥകളുണ്ടാവും. ആരോടും പറയാൻ പറ്റില്ല. സങ്കടങ്ങൾ ആരോടും പറയാൻ പറ്റുക? ആരോടും പറയാൻ പറ്റത്തില്ല. നീ വേദനകൾ ആരോടോ പറയാൻ പറ്റുക? ആരോടും പറയാൻ പറ്റത്തില്ല. മനുഷ്യന്മാർ ചിരിക്കും നമ്മുടെ സങ്കടങ്ങൾ കേട്ട്. ദൈവത്തോടാ പറയാൻ പറ്റുള്ളൂ. നമ്മുടെയൊക്കെ ജീവിതത്തിന് ഈ 4 പാടും ചുറ്റപ്പെട്ട ബന്ധിക്കപ്പെട്ട അവസ്ഥകളൊക്കെ ഉണ്ടാവും. ഈശോയോട് പറയേ നിൻ്റെ സങ്കടങ്ങൾ. ഈ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ എടുത്തു വെക്കുക. അതൊക്കെ ദൈവമേ, എൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്, നീ ഒന്ന് വാ എൻ്റെ ജീവിതത്തിൽ. എൻ്റെ കഷ്ടപ്പാടിലേക്ക് നീ ഒന്ന് വാ, എൻ്റെ ദുരിതങ്ങളിലേക്ക് നീ ഒന്ന് വാ, എൻ്റെ ബുദ്ധിമുട്ടിലേക്ക് നീ ഒന്ന് വാ. നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. നിൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും, അനുഗ്രഹം ഉണ്ടാവും, കൃപയുണ്ടാവും. അവിടെ നമ്മൾ ദൈവത്തെ വളരെ സീരിയസ് ആയിട്ട് കണ്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ജീവിതത്തിൽ ഒത്തിരി അഭിഷേക അനുഗ്രഹം ഉണ്ടാവും. ആ തടവറ തകർന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ കാവൽക്കാർ വിചാരിച്ചത് അവർ രക്ഷപ്പെട്ടെന്ന, പൗലോസും സീലാസ് രക്ഷപ്പെട്ടെന്ന. പക്ഷെ പൗലോസ് സീലാസ് രക്ഷപ്പെടാതെ ആ തടവറയിൽ തന്നെ ഇരുന്നു. കാരണം എന്തെന്നറിയോ? അവർക്കറിയായിരുന്നു അവർ വിശ്വസിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, ഒറ്റ കാര്യം അച്ഛന് പറയാനുള്ളൂ. ഈ ദിവ്യകാരുണ്യനാഥനെ നോക്കുമ്പോൾ നിൻ്റെ പ്രശ്നങ്ങൾ ഈശോയ്ക്ക് മാറ്റാൻ പറ്റുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. നിൻ്റെ സങ്കടങ്ങൾ ഈശോയ്ക്ക് മാറ്റാൻ പറ്റുന്ന സങ്കടങ്ങളേ ഉള്ളൂ. നിൻ്റെ പ്രതിസന്ധികൾ ഈശോയ്ക്ക് മാറ്റാൻ പറ്റുന്ന പ്രതിസന്ധികളുള്ളൂ. പക്ഷെ നീ വിളിക്കണം, ദൈവത്തെ മറന്ന് വിളിക്കണം, ദൈവത്തെ എല്ലാം മറന്ന് വിളിക്കണം. അപ്പോഴാണ് നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകുക, അഭിഷേകം ഉണ്ടാകുക, കൃപയുണ്ടാകുക. പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപയുണ്ടാകും, ദൈവത്തിൻ്റെ കരം ഉണ്ടാവും. അപ്പോൾ വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരാ നമുക്ക് എതിരെ നിൽക്കുക? ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഈജിപ്തിൻ്റെ സൈന്യത്തിൽ നിന്നും, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്. മോശ ഇസ്രായേൽ ജനത്തെ കൊണ്ടുപോകുന്ന രംഗത്തിൻ്റെ ഇടയിൽ മുമ്പിൽ കടൽ, പിൻപിൽ ഈജിപ്ഷ്യൻ സൈന്യം കൊല്ലാനായിട്ട് വരിക. നമുക്കറിയാവുന്നൊരു വസ്തുതയാണ്. ഈജിപ്ഷ്യൻ സൈന്യം കൊല്ലാനായിട്ട് വരുന്നു, മുൻപിൽ കടൽ, 2 സൈഡിലും പാറയെടുക്കുക, 2 സൈഡിലും 4 പാടും ചുറ്റപ്പെട്ട അവസ്ഥ, 4 പാടും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അവിടെ തിരിഞ്ഞാലും മരണം, ഇവിടെ തിരിഞ്ഞാലും മരണം, അങ്ങോട്ട് പോയാലും മരണം, ഇങ്ങോട്ട് പോയാലും മരണം, 4 പാടും മരണത്തിൻ്റെ അവസ്ഥ. അവിടെ കിടന്നിട്ട് ഇസ്രായേൽ ജനം പരിഭവിക്കുന്നുണ്ട്, മോശയോട് പറയുന്നുണ്ട്, എന്തിനാ ഞങ്ങളെ കൊണ്ടുവന്നേ? കൊല്ലാൻ കൊണ്ടുവന്നതാ, മരിക്കാൻ കൊണ്ടുവന്നതാ, ഞങ്ങളെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? കൊല്ലാൻ കൊണ്ടുവന്നതാ. മോശ പറഞ്ഞൊരു ഡയലോഗുണ്ട്, പുറപ്പാട് 14:14, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നീ ആ ദൈവത്തിലാണ് വിശ്വസിക്കണേ. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടി 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാം മറന്ന് ഈ ജീവിക്കുന്ന ദൈവത്തെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും മാറ്റാൻ കഴിവുള്ള ദൈവത്തെ, എന്നെ രക്ഷിക്കുന്ന ദൈവത്തെ, എന്നെ ജീവിതത്തിൽ എല്ലാ തടസ്സങ്ങളും തച്ചുടച്ച് കളയാൻ കഴിവുള്ള ദൈവത്തെ, ആ ദൈവത്തിൻ്റെ നാമം ഒന്ന് വിളിച്ചു സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈശോയേ, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി നമ്മളൊന്ന് പാടി പ്രാർത്ഥിക്കാൻ പോവാം. നമ്മളെപ്പോഴും ഓർക്കുക,
ആത്മാവാണ് നമുക്ക് അഭിഷേകം നൽകുന്നത്. ആത്മാവാണ് ഇന്ന് നമ്മളെ സഹായിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളിലും ആത്മാവിൻ്റെ കൃപ കടന്നു വരുമ്പോൾ, ആത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശക്തി ഉണ്ടാകും. നമുക്ക് ശിഷ്യന്മാർ സഹീയോൻ മാളികയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ശക്തി നിറഞ്ഞത്. കാരണം പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോഴാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി നമുക്ക് ഈ നിമിഷം ഒന്ന് പാടി പ്രാർത്ഥിക്കാം. പാവനാത്മാവേ നീ വരേണമേ, മാനസാമണി കോവിലിൽ നായകങ്ങൾ നാവിനാലങ്ങേ സ്നേഹസംഗീതം പാടുന്നു. വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി. പാവനാത്മാവേ നീ വരേണമേ, മാനസമണിക്കോവിലിൽ നായകങ്ങൾ നാവിനാലങ്ങേ സ്നേഹസംഗീതം പാടുന്നു. ഒരിക്കൽ കൂടി രണ്ട് കരങ്ങൾ നീട്ടി ഒന്നും കൂടി വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കാം. പാവനാത്മാവേ നീ വരേണമേ, മാനസാമണി കോവിലിൽ നായകങ്ങൾ നാവിനാലങ്ങേ സ്നേഹസംഗീതം പാടുന്നു. ഈശോയുടെ സന്നദ്ധയിൽ നമ്മുടെ എല്ലാ സങ്കടങ്ങളും നമുക്ക് ഈ നിമിഷം ഓർക്കാം. ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഈ ദിവികാരനെ നാഥനെ നോക്കിയിട്ട് നമ്മുടെ ഇടവക സമൂഹത്തെ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമുക്ക് കൊടുക്കാം. ഒത്തിരി പ്രതിസന്ധികളും പ്രശ്നങ്ങളും സങ്കടങ്ങളും തടസ്സങ്ങളും ഒക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈശോയുടെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നിറയാൻ, സന്തോഷം നിറയാൻ, എല്ലാ കെട്ടുകളും എല്ലാ പൈശാചികതയും അകന്നു പോകാൻ, എല്ലാ തരത്തിലുള്ള പൈശാചികതകളും നമ്മുടെ സമൂഹത്തിൽ നിന്ന് അകന്നു പോകാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒത്തിരി പേര് സങ്കടപ്പെടുന്നുണ്ട് അതിനെ ഓർത്ത്, ഒത്തിരി പേര് വിഷമിക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന ഒത്തിരി പേര് നമ്മുടെ ഇടവക സമൂഹത്തിൽ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ഇടവകയിൽ സമാധാനവും സന്തോഷവും ഐക്യവും ഒക്കെ വളരാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ്റെ അഭിഷേകം കൊണ്ട് ഞങ്ങളുടെ ഇടവക സമൂഹത്തിൽ ഐക്യവും സ്നേഹവും ഒക്കെ ഒന്ന് വളർത്തണേന്ന് പ്രാർത്ഥിക്കാം. ഒത്തിരി ബന്ധനങ്ങൾ അടിച്ചു കളയണമെന്ന് പ്രാർത്ഥിക്കാം. കെട്ടുകൾ പൊട്ടിക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാം. സാത്താൻ്റെ എല്ലാ കുടിലതന്ത്രങ്ങളും ഞങ്ങളുടെ ഇടവക സമൂഹത്തിൽ നിന്ന് മാറ്റിക്കളയണേന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ച ദൈവം കേൾക്കും. ദൈവം കടന്നു വരും. ദൈവം എല്ലാം ശരിയാക്കി തരും. ദൈവം എല്ലാം ശരിയാക്കി തരും. കാരണം അവിടെ നിന്ന് നമ്മുടെ മാർഗങ്ങൾ പരിശോധിക്കുന്ന ദൈവം എല്ലാ കാര്യങ്ങളും വൃത്തിയാക്കി തരും ദൈവം. ആ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ ഇടവക സമൂഹത്തെ മുഴുവൻ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, ഓരോ കുടുംബങ്ങളെയും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, ഓരോരുത്തരുടെയും വേദനകളെയും പ്രതിസന്ധികളെയും സങ്കടങ്ങളെയും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ഇടവകയാകുന്ന ഈ കുടുംബത്തിൽ സമാധാനവും സന്തോഷം കടന്നു വരാൻ വേണ്ടി കർത്താവേ, നീ ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് കരങ്ങൾ നീട്ടി വിശ്വാസത്തോടു കൂടെ നമ്മുടെ ഇടവക സമൂഹം മുഴുവനെയും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. ഒരിക്കൽ കൂടി വിശ്വാസത്തോടെ പാടി. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. നമുക്ക് ഇരുകരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. നമ്മുടെ കുടുംബത്തെ നമുക്ക് ഈ നിമിഷം ഒന്ന് ഓർക്കാം. നമ്മുടെ കുടുംബത്തെ ഈ നിമിഷം ഓർക്കാം. ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ട്. ഒത്തിരിയേറെ ആവശ്യങ്ങളുണ്ട് നമ്മുടെ കുടുംബത്തിൽ. സാമ്പത്തികമായിട്ട് ഞെരുക്കനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. പലതരത്തിലുള്ള രോഗങ്ങൾ മൂലം വേദനിക്കപ്പെടുന്നവരുണ്ട്. മക്കളെ ഓർത്ത് മാതാപിതാക്കൾ സങ്കടപ്പെടുന്ന നിമിഷങ്ങളുണ്ട്. മാതാപിതാക്കൾ ചേർന്നു പോകാത്ത കുടുംബങ്ങളുണ്ട്. സഹോദരങ്ങൾ തമ്മിൽ വഴക്ക്, ഭിന്നതകൾ, പ്രശ്നങ്ങൾ. നമ്മുടെ കുടുംബത്തെ ദൈവത്തിന് മുമ്പിലേക്ക് കൊടുക്കുക. ദൈവമേ, നീ കടന്നു വരണേന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ കടന്നു വരണേന്ന് പ്രാർത്ഥിക്കാം. ദൈവം കടന്നു വന്നാലേ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറുള്ളൂ. ഒത്തിരി പ്രശ്നങ്ങൾ, തടസ്സങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിൽ കിടക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതു കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തുന്ന തമ്പുരാൻ പറയുക.
ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നേ. ആ ദൈവത്തെ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി ദൈവമേ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് കരങ്ങളിലും നമ്മുടെ കുടുംബത്തെ ഓർത്തുകൊണ്ട് ദൈവത്തിൻ്റെ ഈ ദിവികാരണത്തിൻ്റെ മുമ്പിലേക്ക് നമ്മളെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് നമ്മുടെ കുടുംബത്തെ വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒന്ന് പാടി പ്രാർത്ഥിച്ചേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. കർത്താവേ, യാചന കേൾക്കണമേ. ഒരിക്കൽ കൂടി പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. കർത്താവേ, യാചന കേൾക്കണമേ. ഇരുകരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. നമ്മുടെ ഇടയിൽ ഒത്തിരി പേർക്ക് അസുഖങ്ങളാണ്, പലതരത്തിലുള്ള അസുഖങ്ങളാണ്. പലരും വന്നിട്ട് പറയും, അച്ഛാ പ്രാർത്ഥിക്കണോട്ടാ. ആശുപത്രിയിലായിരിക്കുന്നവരൊക്കെ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. പലതരത്തിലുള്ള രോഗങ്ങൾ മൂലം റെസ്റ്റ് എടുക്കുന്നവരുണ്ട്, ക്യാൻസർ മൂലം, മാരകമായ അസുഖങ്ങൾ മൂലം സങ്കടപ്പെടുന്നവരുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഒത്തിരി അസുഖങ്ങൾ മരുന്ന് കഴിക്കുന്നവരാണ് നമ്മളിൽ പലരും. ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ആ അസുഖങ്ങൾ മുഴുവൻ നമുക്ക് കൊടുക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാ. ആ സുഖപ്പെടുത്തുന്ന കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുക. നമ്മുടെ അസുഖങ്ങൾ, നമ്മുടെ ക്ലേശങ്ങൾ, ആരോടും പറയാത്ത ചില നമ്മുടെ അസുഖത്തിലെ പ്രശ്നങ്ങളൊക്കെ ദൈവത്തിന് മുമ്പിൽ കൊടുക്കാം. സാമ്പത്തികമായിട്ട് ഒത്തിരി അസുഖങ്ങൾ മൂലം അസുഖങ്ങൾ ചികിത്സിക്കാൻ കഷ്ടപ്പെടുന്ന മക്കളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ദൈവത്തിന് മുമ്പിലേക്ക് നമുക്കത് ഏൽപ്പിക്കാം. ദൈവമേ, എൻ്റെ അസുഖങ്ങളെ വിശുദ്ധീകരിക്കാൻ, എൻ്റെ അസുഖങ്ങൾ മാറ്റിത്തരാൻ നീ എൻ്റെ കൂടെ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് കരങ്ങൾ നീട്ടി നമ്മുടെ അസുഖങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടെങ്കിൽ അതെല്ലാം സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. കർത്താവേ, യാചന കേൾക്കണമേ. ഒരു നിമിഷം നമ്മുടെ ഇരുകരങ്ങൾ നമുക്ക് ചേർത്ത് പിടിക്കാം, നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഒത്തിരി കടബാധ്യതകൾ അനുഭവിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ദൈവത്തിന് മുമ്പിലേക്ക് കൊടുക്കാം. സാമ്പത്തികമായിട്ട് ഒത്തിരി ക്ലേശങ്ങൾ, ഒത്തിരി തടസ്സങ്ങളുണ്ട്. പല മക്കൾക്കും ഒത്തിരി തടസ്സങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ. ജോലി കിട്ടാൻ തടസ്സം, ജോലിക്ക് പോകാനുള്ള തടസ്സങ്ങൾ, ഉദ്ദേശിച്ച് ജോലി കിട്ടാത്ത പ്രശ്നങ്ങൾ, വിദേശത്തായിരിക്കുന്ന മക്കളുടെ ജോലിയിലെ പ്രശ്നങ്ങൾ, അങ്ങനെ സാമ്പത്തികമായിട്ട് ഒത്തിരി പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. ദൈവത്തിന് മുമ്പിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ അടുത്തേക്ക് വരുന്ന ഈശോ പറയുക. ഒരിക്കലും അനാഥരായിട്ട് വിടില്ല, ഞാൻ വരും ഈശോ പറയുന്നത് അങ്ങനെയാണ്. അടുത്തേക്ക് വരും ഞാൻ. ഈശോയുടെ സന്നദ്ധിയിൽ നമ്മൾ നിൽക്കുക. നമുക്ക് ഒത്തിരി സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ട്. ഈശോയെ നീ ഒന്ന് അടുത്തേക്ക് വന്നേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ ജോലി മേഖലകളെ വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ സാമ്പത്തിക മേഖലകളെ വിശുദ്ധീകരിക്കണേ എന്നൊന്ന് പ്രാർത്ഥിക്കുക. ആ അവസ്ഥകൾ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് കരങ്ങൾ നീട്ടി വിശ്വാസത്തോടെ നമ്മുടെ സാമ്പത്തിക മേഖലകളെ സമർപ്പിച്ച്, നമ്മുടെ ജോലി മേഖലകളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. കർത്താവേ, യാചന കേൾക്കണമേ. നമുക്ക് ഇരു കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഒരു നിമിഷം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും വേദനകളോ സങ്കടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ നിമിഷം ഓർക്കാം. അച്ഛൻ പ്രത്യേകിച്ച് ഒന്നും പറയണില്ല നിങ്ങളോട്. ഈ നിമിഷം മൗനമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളുണ്ടെങ്കിൽ ഈശോയോട് പറയാം. മനസ്സ് തുറന്ന് പറയും. നിൻ്റെ കണ്ണീർ കണം ഈശോ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഈശോ തരും, നിനക്ക് വേണ്ടത് തരും. ആരും നിങ്ങളെ മനസ്സിലാക്കിയില്ലെങ്കിലും ഈശോ മനസ്സിലാക്കും, അത് ഉറപ്പാണ്. ആ ഈശോയുടെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ വേദനകളുണ്ടെങ്കിൽ ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുക. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠനത്തെ സമർപ്പിക്കുക. ജോലി ചെയ്യുന്നവരാണ് ജോലിയെ സമർപ്പിക്കുക. കുടുംബത്തെ സമർപ്പിക്കുക. മക്കളെ സമർപ്പിക്കുക. ജീവിത പങ്കാളിയെ സമർപ്പിക്കുക. മാതാപിതാക്കളെ സമർപ്പിക്കുക. പ്രത്യേകമായിട്ട് എന്തെങ്കിലും അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ എന്തെങ്കിലും ആവശ്യങ്ങളോ നിയോഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ നിമിഷം ഓർക്ക്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം തിരുവചനം വളരെ ശക്തിയുള്ളൊരു വചന. ആ വചനം പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. നമ്മളൊക്കെ ഒത്തിരി ദുഃഖിക്കുന്നവരാ. എന്തിനാ ദുഃഖിക്കണേ? ഈശോയുടെ കൂടെ. എന്തിനാ വിഷമിക്കണേ? ഈശോയുടെ കൂടെ. ചില പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ഈശോ ഉണ്ടെന്ന് വിശ്വസിക്കുക. ആരുമില്ലെങ്കിലും ഈശോ നോക്കിക്കോളും നിന്നെ. ഈശോ നോക്കിക്കോളും നിന്നെ. നീ എന്തിനാ സങ്കടപ്പെടണേ?
പ്രതിസന്ധി വരുമ്പോൾ ഈശോയുടെ മുമ്പിൽ ഇരിക്കാൻ പഠിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു സങ്കടം വരുമ്പോൾ ലോകം മുഴുവൻ ഓടിയിട്ട് കാര്യമില്ല, ഈശോയുടെ മുമ്പിൽ ഇരിക്കാൻ പഠിക്കണം. അപ്പോഴാണ് നിൻ്റെ ജീവിതത്തിൻ്റെ രക്ഷയുണ്ടാവുക, അനുഗ്രഹം ഉണ്ടാവുക, കൃപയുണ്ടാവുക. ഈശോയുടെ മുമ്പിൽ ഇരിക്കുക, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടാവും, നിൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും, അനുഗ്രഹം ഉണ്ടാവും. മക്കളെ ഓർത്തിട്ട് സങ്കടപ്പെട്ട് ഓരോ ദിവസവും ഇങ്ങനെ ഓടി നടക്കുക, ആകുലതപ്പെട്ട് ജീവിക്കുക, കരയുക. ഈശോയുടെ മുമ്പിലിരിക്കുക, ഈശോയുടെ മുമ്പിലിരിക്കുക, ഉത്തരവുണ്ട് അവിടെ. ജെറോസ് എന്ന അപ്പൻ ഈശോയെ തേടിയപ്പോഴാണ് മകൾ സുഖം പ്രാപിച്ചേ. ജീവിതത്തിൽ നമ്മുടെയൊക്കെ മക്കൾ സുഖപ്പെടണമെങ്കിൽ, അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഈശോയുടെ മുമ്പിൽ ഇരിക്കണം. നമ്മൾ ഈശോയുടെ മുമ്പിൽ ഇരിക്കണം. നമ്മുടെ സങ്കടങ്ങളൊക്കെ ഈശോയുടെ മുമ്പിൽ ഇരിക്കണം. എന്നാലും നമ്മുടെ ജീവിതത്തിൽ രക്ഷയുണ്ടാവും, അനുഗ്രഹം ഉണ്ടാവും. ഈശോയുടെ മുമ്പിൽ ഇരിക്കുക. പ്രതിസന്ധികൾ വരുമ്പോൾ ഈശോയിൽ നിന്ന് മാറാനല്ല വേണ്ട, ഈശോയെ അള്ളിപ്പിടിക്കണം. പ്രാർത്ഥിച്ചു കിട്ടണില്ല, അകന്നു പോവല്ല വേണ്ട, പിന്നെ അള്ളിപ്പിടിക്കണം, മുറുക്കെ പിടിക്കണം. തരാതെ പോകില്ലെന്ന് വാശി പിടിക്കണം ഈശോയുടെ മുമ്പിൽ. അവിടെയാണ് പ്രാർത്ഥന എന്ന് പറയുക, ശക്തി എന്ന് പറയുക. നിങ്ങളുടെ വേദനയും സങ്കടമൊക്കെ ഈശോയുടെ മുമ്പിലേക്ക് കൊടുക്കുക. ഈശോയെ ഒന്ന് വരണേ എന്ന് പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണേ എന്ന് പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ ഈ സങ്കടം മാറ്റി തരണേ എന്ന് പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ ഈ തടസ്സം മാറ്റി തരണേ എന്ന് മാറ്റി. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളും നിയോഗങ്ങളും ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് 2 കരങ്ങൾ നീട്ടി ഈ ദിവ്യകാരുണ്യനാഥനെ നോക്കി വിശ്വാസത്തോടെ ഒന്ന് പാടി പ്രാർത്ഥിച്ചേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. ഒരിക്കൽ കൂടി വിശ്വാസത്തോടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് പോവുക. ഒരു നിമിഷം മൗനമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഈശോയോട് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ. നിങ്ങൾക്ക് എന്തെങ്കിലും വേദനകളുണ്ടെങ്കിൽ ഈശോയുടെ മുമ്പിൽ ഒന്ന് മൗനമായിട്ട് പറഞ്ഞോ. ഈശോ, എനിക്കിങ്ങനൊരു സങ്കടം ഉണ്ട് കേട്ടോ, എനിക്കിങ്ങനൊരു ആവശ്യമുണ്ട് കേട്ടോ, എൻ്റെ കൂടെ ഉണ്ടാവണം. എനിക്ക് ആരുമില്ല, എൻ്റെ കുടുംബത്തിലെ പ്രതിസന്ധികൾ ഇതൊക്കെയാണ്, എൻ്റെ മക്കളെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. നമുക്കൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഈശോയോട് പറയും നമ്മുടെ വേദനകളൊക്കെ. ഒത്തിരി മക്കളിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി മക്കൾ, ഒത്തിരിയേറെ പേരും എന്നോട് വന്ന് പറയാറുണ്ട്, അച്ഛാ പ്രാർത്ഥിക്കണോട്ടാ, പ്രാർത്ഥിക്കണോട്ടോ. ഞാൻ പറയുന്നൊരു കാര്യം, ദൈവത്തിൻ്റെ മുന്നിൽ നിൻ്റെ തല കുനിച്ചാൽ മനുഷ്യരുടെ മുമ്പിൽ നിൻ്റെ തല കുനിക്കാൻ ദൈവം ഇടവരത്തില്ല. ദൈവത്തിൻ്റെ മുന്നിൽ നിൻ്റെ തല കുനിച്ചാൽ, നിൻ്റെ കരങ്ങൾ ഉയർത്തിയാൽ മനുഷ്യൻ്റെ മുമ്പിൽ നിൻ്റെ തല കുനിക്കാൻ ദൈവം സമ്മതിക്കില്ല. കാരണം അവൻ കൂടെ നിൽക്കും. ദൈവം തൊട്ട മനുഷ്യനെ, ദൈവം കൂടെയുള്ള മനുഷ്യനെ ഒരാൾക്കും ലോകത്ത് തോൽപ്പിക്കാൻ പറ്റില്ല. എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും ദൈവം കൂടെയുള്ള മനുഷ്യനെ ഒരാൾക്കും ഈ ലോകത്ത് തോൽപ്പിക്കാൻ പറ്റില്ല. നിങ്ങളുടെ സങ്കടം എന്താണെങ്കിലും ഈശോയുടെ മുമ്പിൽ കൊടുക്കുക. എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നവരോടൊക്കെ ഞാൻ എപ്പോഴും പറയുക, അച്ഛൻ പ്രാർത്ഥിച്ചോളാം. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ ഇന്നലെ ആണെങ്കിൽ ഒത്തിരി മക്കൾ, എത്രയോ മക്കളാണെന്നറിയോ ഈ തലയിൽ കൈവച്ച് പ്രാർത്ഥന ചോദിച്ചു തന്നെ, അച്ഛനൊന്നും പ്രാർത്ഥിക്കുക. ഞാൻ പറയും, ദൈവം ഉണ്ടെന്ന് എന്തിനാ സങ്കടപ്പെടണേ, ഇത്രയേറെ വിഷമിക്കണേ. ചില സങ്കടങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ തകർന്നു പോവും. ഈശോ ഉണ്ടെന്ന് വിശ്വസിക്കുക, ആ കണ്ണീര് തുടച്ചിട്ട് ഈശോയുടെ മുമ്പിൽ ഇരിക്കുക. ഈശോ ഉത്തരം തരും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, ഈശോ ഉത്തരം തരും എല്ലാ ജീവിത സാഹചര്യങ്ങൾക്കും. നമ്മുടെ എല്ലാ വേദനകളെയും നിമിഷം ഓർക്കാം. ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ പോവുക. നമുക്ക് 2 കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് നീട്ടിപ്പിടിക്കാം. ആരെയും നോക്കണ്ട, ഈശോയെ മാത്രം നോക്കിയാൽ മതി. നമുക്കൊരു പ്രശ്നം വന്നാൽ ഈ പറയണ ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. ചിലപ്പോൾ കൂടെ ഉള്ളവരെന്ന് വിശ്വസിക്കുന്നവർ പോലും ഉണ്ടാവില്ല. അവിടെ ദൈവം മാത്രം നമ്മുടെ ഉണ്ടാവുള്ളൂ. ഈശോ മാത്രം നമ്മളെ സഹായിക്കാൻ വരുള്ളൂ. ആ ഈശോയുടെ മുമ്പിലേക്ക് നമ്മുടെ കരങ്ങൾ നമുക്ക് നീട്ടിപ്പിടിക്കാം. ആരും ശിരസ് നമിക്കേണ്ട. അച്ഛനെ ഈ ദിവ്യകാരുണ്യനാഥനെ ഉയർത്തുമ്പോൾ ഈ കരങ്ങൾ ഉയർത്തിയിട്ട് ഈശോയെന്നൊന്ന് വിളിക്കണം, ചങ്ക് പൊട്ടി വിളിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും കൃപയൊക്കെ ഉണ്ടാവുക. നമ്മുടെ കുഴപ്പം അറിയാം, നമ്മളെപ്പോഴും ദൈവത്തെ വിളിക്കുന്ന കാര്യത്തിൽ മറ്റുള്ളവരെന്ത് പറയും. ഞാൻ ഇച്ചിരി ശബ്ദത്തിൽ സംസാരിച്ചാൽ, ദൈവത്തെ വിളിച്ചാൽ മറ്റുള്ളവർ കേൾക്കില്ലേ, നാണക്കേടല്ലേ. നമ്മുടെ കുഴപ്പം അറിയാം, ഇങ്ങനെയുള്ള കുഴപ്പങ്ങളിലേക്കാണ് നമ്മുടെ പ്രശ്നം തന്നെ. നമ്മുടെ കുഴപ്പം അവിടെയാണ്. മറ്റുള്ളവർ കണ്ടാൽ എന്ത് പറയും, ഈശോയെ വിളിക്കണം കണ്ടാൽ എന്ത് പറയും. ചിലപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഒരു വലിയ പ്രാർത്ഥനക്കാരൻ വന്നിക്കണം, അവർ പറഞ്ഞോട്ടേന്നേ, അവർ പറഞ്ഞ് അവരങ്ങോട്ട് പോവും. നമ്മുടെ പ്രശ്നം നമ്മുടേത് മാത്രമാണ്. നമ്മളങ്ങനെ വിളിച്ചാലാണ് ദൈവം തരുള്ളൂ. കണ്ണീരൊഴുക്കി വിളിക്കുന്നവൻ്റെ ചങ്കത്ത് തമ്പുരാൻ്റെ മുദ്രയുണ്ടാവും, തമ്പുരാൻ്റെ അനുഗ്രഹം ഉണ്ടാവും, ഉറപ്പാ. നീ കരങ്ങൾ ഉയർത്തി എല്ലാം മറന്ന് വിളിക്കുമ്പോൾ ദൈവം ഇടപെടും നിൻ്റെ പ്രശ്നത്തിൽ. കാരണം
ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, ദൈവത്തിനൊരു വീക്ക്നെസ് ഉണ്ട്. ഒരു വീക്ക്നെസ് എന്താണെന്നറിയോ? മനുഷ്യൻ്റെ കണ്ണീരാ. മനുഷ്യൻ്റെ കണ്ണീര് ദൈവത്തിൻ്റെ വീക്ക്നെസ്സാണ്. കാരണം നമ്മൾ കരഞ്ഞാൽ ദൈവത്തിന് തരാതിരിക്കാൻ പറ്റത്തില്ല. തരും. നമ്മൾ നിലവിളിച്ച് കരഞ്ഞാൽ ദൈവം തരും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച ദൈവം തരും. അതുകൊണ്ട് എല്ലാ മക്കളും 2 കരങ്ങൾ നീട്ടിപ്പിടിച്ചിട്ട് ഈ ദിവികാരനെ നാഥനെ നോക്കി പറ്റാവുന്നവരൊക്കെ ഒന്ന് ഈശോയുടെ നാമം വിളിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കണം. എല്ലാം മറന്നൊന്ന് ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കണം. 2 കരങ്ങൾ നീട്ടിപ്പിടിച്ച് ഈശോയെ നോക്കി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഓർത്ത് എല്ലാ മക്കളും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, മക്കളെ വിശുദ്ധീകരിക്കണേ കർത്താവേ. അഭിഷേകം കൊണ്ട് നിറയ്ക്കണേ കർത്താവേ. ഇവിടെ രോഗങ്ങൾ, വേദനകൾ, ആകുലതകൾ, പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണേ കർത്താവേ. നിന്റെ അഭിഷേകത്തിൻ്റെ ശക്തി മക്കളിലേക്ക് നയിക്കണേ കർത്താവേ. നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി മക്കളിലേക്ക് അയക്കണേ കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ കടന്നു വരണേ കർത്താവേ. ഈ മക്കളെ വിശുദ്ധീകരിക്കണേ കർത്താവേ. ഈ ബന്ധനങ്ങൾ അഴിക്കണേ കർത്താവേ. സാത്താന്റെ എല്ലാ കുടിലതന്ത്രങ്ങളും അകറ്റണേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശിരസ്സ് നമിച്ച് താണു വണങ്ങി നമ്മളെ രക്ഷിക്കുന്ന, അനുഗ്രഹിക്കുന്ന, ആശീർവദിക്കുന്ന ദൈവത്തെ മനസ്സൊരുക്കി വിളിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നെന്നും ഞങ്ങളുടെ കൂടെ ജീവിച്ചു വാഴുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരൊക്കെ ഞങ്ങളെ ഉപേക്ഷിച്ചാലും ഒരിക്കലും ഉപേക്ഷിക്കാതെ ചേർത്ത് പിടിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്